വ്യക്തിപരമായിട്ട് മറ്റുള്ളവരെ കേട്ടിരിക്കാൻ ഒരുപാട് മടിയുള്ള ഒരാളാണ് ഞാൻ. ചില ആൾക്കാർ ഫോൺ ചെയ്തിട്ട് അച്ഛനാ നേരിട്ടൊന്ന് കാണണം, സംസാരിക്കണമെന്ന് പറയും. ഞാൻ സംസാരിക്കും, കുറച്ചേരം കേട്ടിരിക്കും. കുറച്ച് കഴിയുമ്പോൾ ഞാൻ സമയം നോക്കാൻ തുടങ്ങും. ഇനി വളരെ അടുത്ത് പരിചയമുള്ള ആൾക്കാരാണെങ്കിൽ ഞാൻ പറയും, എടാ കഥ പറയല്ലേ, കാര്യം പറയുമെന്ന് പറയും. കേട്ടിരിക്കാൻ ഒരു പ്രയാസമുള്ളൊരു കാര്യം എനിക്ക്. അമേരിക്കയിൽ മിനിസോട്ടയിൽ ഒരു വീടുണ്ട്. എൻ്റെ പേര് ദ ഹൗസ് ഓഫ് ലിസണിങ് എന്നാണ്. അവിടുത്തെ പ്രത്യേകത, അവിടെ ആർക്ക് വേണമെങ്കിലും എപ്പോൾ വേണമെങ്കിലും ചെന്നിങ്ങനെ സംസാരിക്കാം. അവർ തിരിച്ച് മറുപടിയൊന്നും പറയില്ല, പക്ഷേ അവർ കേട്ടിരിക്കാൻ ഒരാളവിടെ ഉണ്ടാവും എന്നുള്ളതാണ്. 1983 ഈ ഹൗസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതിൻ്റെ ഫൗണ്ടേഴ്സ് പറയുന്നത് ഇങ്ങനെയാണ്, അവർ തുടങ്ങുന്നൊരു കുഞ്ഞു മുറിയിലാണ്, 2 കസേര ഉണ്ടായിരുന്നു അവിടെ. അപ്പോൾ അത് സ്പോൺസർ ചെയ്ത ബിസിനസ്മാൻ ഈ ഫൗണ്ടേഴ്സിനോട് പറഞ്ഞ ഒറ്റ കാര്യമുള്ളൂ, ലിസൺ, ഡു നോട്ട് പ്രീച്ച്, ഡു നോട്ട് ട്രൈ ടു ഫിക്സ്, ജസ്റ്റ് ലിസൺ. അവരിന്നും ചെയ്തുകൊണ്ടിരിക്കുന്നത് അങ്ങനെയാണ്. ആരും നന്നാക്കാനൊന്നും പോകുന്നില്ല, ആരും ജഡ്ജ് ചെയ്യാൻ പോകുന്നില്ല, അവർ വെറുതെ ഇങ്ങനെ കേട്ടിരിക്കും. ഇന്നത്തെ ഗോസ്പലിൽ നമ്മൾ കാണുന്നത് കഥ പറയുന്ന യേശുവിനല്ല, കഥ കേൾക്കുന്ന യേശുവിനാണ്. യേശുവിൻ്റെ അടുത്ത് ഒരപ്പം വരാണ് മകനെ കൊണ്ട്, പിശാച് വായിച്ച മകനെ കൊണ്ട് വരാണ്. അപ്പോൾ ഈശോ അവനോട് ചോദിക്കണം, എത്ര നാളെ ഇത് തുടങ്ങിയിട്ട്? ഒരത്ഭുതങ്ങളിൽ ഈശോ അങ്ങനെ ചോദിക്കുന്നതായിട്ട് നമ്മൾ കാണുന്നില്ല. എത്ര നാളായി തുടങ്ങിയിട്ട്? എത്ര നാളായാലും എന്താ, 1 വർഷമായാലും 10 വർഷമായാലും സുഖപ്പെടുത്താൻ കഴിവുള്ളൂ ഈശോ. പിന്നെ എന്ത് ഈശോ അങ്ങനെ ചോദിച്ചേ? ഈശോ അങ്ങനെ ചോദിച്ചത് ഈ അപ്പൻ്റെ കഥ കേൾക്കാനാണ്. അപ്പൻ എൻ്റെ അടുത്ത് പറയുന്നുണ്ട്, ഈ പിശാച് ഇവനെ കൊല്ലാൻ പലതവണ ശ്രമിച്ചു, വെള്ളത്തിലും തീയിലിട്ടൊക്കെ കൊല്ലാൻ ശ്രമിച്ചു. അവിടെ നിന്നൊക്കെ രക്ഷപ്പെടുത്തി കൊണ്ടുവരാൻ. ആരാ കുഞ്ഞിനെ രക്ഷപ്പെടുത്തിയേ? നിഴൽ പോലെ കൂടെ ഉണ്ടായിരുന്ന അപ്പനാണ് തീക്കും വെള്ളത്തിനൊന്നും വിട്ടുകൊടുക്കാതെ ഈ മകൻ ഇങ്ങനെ ചേർത്ത് പിടിച്ചത്. ഈ അപ്പൻ്റെ സങ്കട കഥയാണ് ഈശോ കേൾക്കുന്നത്. ഈശോ എന്ന് പറയുന്നത് ജസ്റ്റ് ഹീലിയെ മാത്രമല്ല, നമ്മൾ കേൾക്കാണ്, നമ്മുടെ കഥ കേൾക്കാണ്. ഈ ലോകത്ത് നമ്മുടെ കഥ കേൾക്കാൻ ക്ഷമകെട്ട് പോവാതെ കാത്തിരിക്കുന്ന ഒരാളേ ഉള്ളൂന്നേ, അതെൻ്റെ ഈശോയാണ്.